ഒരുപാട് പേരുടെ ഒരു പ്രോബ്ലം ആണ് സൈനസൈറ്റിസ് അഥവാ തലയിൽ വരുന്ന നീർക്കെട്ട്. സാധാരണ തലവേദനയായിട്ടാണ് ഇതിൻ്റെ ഒരു ലക്ഷണം ഉണ്ടാവാറ്. അപ്പോൾ തലവേദന വരുമ്പോഴേക്ക് സൈനസൈറ്റിസ് അഥവാ മൈഗ്രെയിൻ എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ വരാറുള്ളത്. അപ്പോൾ എന്താണ് ഈ സൈനസൈറ്റിസ്, അതുപോലെ എന്തുകൊണ്ടൊക്കെയാണ് ഇത് ഉണ്ടാവുന്നത്, നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ ഗാഥ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലിവ് ഹോമിയോപ്പതി, കീശ്ശേരി, മലപ്പുറം ഡിസ്ട്രിക്ട്. സൈനസൈറ്റിസ് ഈ ഒരു വേർഡ് കുറേ പേര് കേട്ടിട്ടുണ്ടാവും. സൈനസിൽ വരുന്ന ഒരു ഇൻഫ്ലമേഷനാണ് ഈ സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. എന്താണ് ഈ സൈനസ്? സൈനസ് എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടിയുടെ എല്ലുകളുടെ ഉള്ളിലുള്ള വായു നിറഞ്ഞിട്ടുള്ള അറകളാണ് ഈ സൈനസ് എന്ന് പറയുന്നത്. ഈ സൈനസ് തന്നെ 4 ടൈപ്സ് ഉണ്ട്. അതായത് ഫ്രോണ്ടൽ സൈനസ്, അതായത് നമ്മളെ നെറ്റിയുടെ ഈ ഭാഗത്തായിട്ട് വരുന്ന സൈനസ് വരുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ താഴെയായിട്ട് ഈ ഒരു മാക്സിലറി റീജിയനിൽ വരുന്ന മാക്സിലറി സൈനസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ എത്മോയിഡ് സൈനസ് എന്ന് പറയും, കണ്ണിൻ്റെയും മൂക്കിൻ്റെ ഇടയിലായിട്ട് വരുന്നത് എത്മോയിഡ് സൈനസ്. പിന്നെ മൂക്കിൻ്റെ ബാക്കിലായിട്ട്, മൂക്കിൻ്റെ എല്ലുകളുടെ ബാക്കിലായിട്ട് സ്ഫിനോയിഡ് സൈനസ് ഉണ്ട്. അങ്ങനെ 4 തരത്തിലുള്ള സൈനസ് ഉണ്ട്. ഈ സൈനസ് എന്തിനാണ്, അല്ലെങ്കിൽ ബോഡിയെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ തലയോട്ടിയുടെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് സൈനസുകൾ. ശ്വസനത്തിൽ എന്തെങ്കിലും പാത്തോജൻസ് ഉള്ളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ അത് തടയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സൈനസുകൾ. അതുപോലെ തന്നെ നമ്മുടെ ശബ്ദം വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ശ്വാസത്തിലെ വായുവിൻ്റെ ഈർപ്പം നിലനിർത്താനും ഈ സൈനസുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ അറകളുടെ ഭിത്തിയിൽ നിന്നുണ്ടാകുന്ന കഫം നമ്മുടെ മൂക്കിലേക്ക്, അതിൻ്റെ ചെറിയ ദ്വാരത്തിലൂടെ മൂക്കിലേക്ക് എത്തും. അതിനുശേഷം എന്താ, ഈ മൂക്ക് വഴി അത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ കഫം മൂക്ക് വഴി പുറത്തേക്ക് പോകുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ ദ്വാരം അടയുകയാണെങ്കിൽ ആ കഫം അവിടെ തന്നെ നിൽക്കും, അത് കെട്ടിക്കിടക്കും. അങ്ങനെയാണ് അതൊരു ഇൻഫെക്ഷനായിട്ട് മാറുന്നതും സൈനസൈറ്റിസ് ആയിട്ട് മാറുന്നതും. ഇനി എന്താണ് സൈനസൈറ്റിസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ നോക്കാം. ഒന്നാമത്തത് ജലദോഷം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന ജലദോഷം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അലർജി ഉള്ള ആളുകളിൽ, മൂക്കിൽ ദശ അല്ലെങ്കിൽ മൂക്കിന് വളവ്, ഇങ്ങനെ ഇഷ്യൂസ് ഉള്ള ആളുകളിലൊക്കെ സൈനസൈറ്റിസ് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, പെട്ടെന്ന് ഒരു ക്ലൈമറ്റിൽ നിന്ന് വേറെ ക്ലൈമറ്റിലേക്ക് മാറുമ്പം, പിന്നെ കൂടുതൽ സ്മോക്കിംഗ് ഉള്ളവരിൽ, മൂക്കുപൊടിയൊക്കെ അമിതമായിട്ട് യൂസ് ചെയ്യുന്നവരിലും ഈ സൈനസൈറ്റിസിൻ്റെ ഇഷ്യൂസ് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വായുമലിനീകരണം ഒരു കാരണമാണ്. പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് കയറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ വായുമലിനീകരണം ഭയങ്കര കൂടുതലുള്ള സ്ഥലങ്ങളിൽ സൈനസൈറ്റിസ്, അലർജി അല്ലെങ്കിൽ ആസ്മ പോലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതും ഒരു കാരണമാണ് സൈനസൈറ്റിസ് ഉണ്ടാവാനുള്ള. പിന്നെ ഈ സൈനസൈറ്റിസ് തന്നെ അക്യൂട്ട് സൈനസൈറ്റിസ് ഉണ്ട്, ക്രോണിക് സൈനസൈറ്റിസ് ഉണ്ട്. ഇത് പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഉണ്ടാവുന്നതും കുറച്ചു കാലം നിലനിൽക്കുന്നതുമായിട്ടുള്ളതാണ് അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയുമ്പോൾ. അത് റൈനോ വൈറസ് കാരണമോ അങ്ങനെ പല വൈറസ് കാരണമൊക്കെ അക്യൂട്ട് സൈനസൈറ്റിസ് ഉണ്ടാവാം. അത് പക്ഷേ പെട്ടെന്ന് തന്നെ പോവും. പക്ഷെ ദീർഘകാലമായിട്ട് നിലനിൽക്കുന്നതാണ് ഈ ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ അധികം ഗൗരവത്തോടു കൂടി കാണേണ്ട ഒന്നാണ് ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ലക്ഷണങ്ങളിൽ മെയിനായിട്ട് പറയുന്നത് തലവേദന തന്നെയാണ്. തലവേദന എന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ടൽ റീജിയനിലൊക്കെ, നേരത്തെ സൈനസുകൾ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു ഏരിയയിൽ തന്നെ ആയിരിക്കും ഈ വേദന വരുന്നത്. അപ്പോൾ കൂടുതലായിട്ടും വേദന വരുന്നത് നെറ്റിയുടെ ഈ ഒരു ഭാഗത്ത് ആയിരിക്കും വേദന വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തായിരിക്കും. കണ്ണിൻ്റെ താഴെയായിട്ട് ഈ ഒരു മാക്സിലറി റീജിയനിലൊക്കെ പെയിൻ വരാറുണ്ട്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. അവിടെ ഒരു ചില രോഗികൾ തന്നെ പറയും അവിടെ ടെൻഡർനെസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ തൊടുമ്പോഴേക്കും അവർക്ക് പെയിൻ അനുഭവപ്പെടും. പിന്നെ അതോടൊപ്പം തന്നെ കഫം താഴേക്ക് വരുന്നത് പോലെ, അത് മൂക്കുന്നിട്ട് താഴേക്ക് വരുന്ന പോലെ, തൊണ്ടയിൽ എപ്പോഴും കഫമുള്ള പോലെ, എസ്പെഷ്യലി രാവിലെയൊക്കെ കഫം നിറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. പിന്നെ ശബ്ദത്തിൽ വരുന്ന ഇടർച്ച, അല്ലെങ്കിൽ ചിലർക്ക് ശബ്ദം ഇങ്ങോട്ട് വരുന്നുണ്ടാവില്ല. അപ്പോൾ ഇതും ഒരു ലക്ഷണമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് തലയ്ക്ക് ഭയങ്കരമായിട്ടുള്ള കനം, തല കുനിയുമ്പോഴേക്ക്, നമ്മളൊന്ന് കുനിയുമ്പോഴേക്ക് ഒരു ബുദ്ധിമുട്ട് കൂടുന്നത്, വേദന കൂടുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ അതുപോലെ കണ്ണിൻ്റെ ചുറ്റും വേദന വരിക, കണ്ണിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് പെയിൻ വരിക. ചില ആളുകൾക്ക് ടേസ്റ്റ് ഇല്ല അല്ലെങ്കിൽ സ്മെല്ലില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതും ഇതിൻ്റെ ലക്ഷണങ്ങളിൽ വരുന്നതാണ്. പിന്നെ അലർജിയുടെ ലക്ഷണങ്ങളും കാണാറുണ്ട്. അതായത് തുമ്മൽ, മൂക്കടപ്പ്, മൂക്കൊലിപ്പായിട്ട് വരും. ചില ആളുകളിൽ കണ്ണിന് ചുറ്റും ചൊറിച്ചിലായിട്ട് വരും. അപ്പോൾ അലർജി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനത്തിനോട് അമിതമായിട്ട് നമ്മളെ ഇമ്മ്യൂണിറ്റി പ്രതികരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻ നിലനിൽക്കുമ്പോഴും ഈ സൈനസൈറ്റിസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ലക്ഷണങ്ങളിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഈ ടെൻഡർനെസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സൈനസൈറ്റിസിൻ്റെ ആണ് എന്നുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് നേസൽ എൻഡോസ്കോപ്പി ഉണ്ട്. നേസൽ എൻഡോസ്കോപ്പി ചെയ്യുന്നത് വഴി മൂക്കിൽ എവിടെയെങ്കിലും ദശ വളർച്ച അല്ലെങ്കിൽ മൂക്കിന് വളവൊക്കെ ഉള്ളതായിട്ട് ഈ എൻഡോസ്കോപ്പിയിലൂടെ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ CT സ്കാൻ ഉണ്ട്, അല്ലെങ്കിൽ എക്സ്റേ, എല്ലാം റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. തലവേദനയ്ക്കുള്ള വേറൊരു കാരണം എന്ന് പറയുന്നത് മൈഗ്രെയിൻ ആണ്. അപ്പോൾ മൈഗ്രെയിനിന് പൊതുവെ ഒരു ഓറ കാണാറുണ്ട്. അതായത് തലവേദനയുടെ കുറച്ച് മുമ്പായിട്ട്, സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് അവർക്കൊരു തലയിൽ ഭാരമായിട്ടും കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെയൊക്കെ ഉള്ള ഒരു തോന്നലുണ്ടാവും. പക്ഷേ സൈനസൈറ്റിസിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഈ
സൈനസ് ഏരിയകളിലായിരിക്കും അതിൻ്റെ ടെൻഡർനെസ് വരുന്നത്. പക്ഷേ മൈഗ്രെയിൻ ആകുമ്പോൾ നമുക്ക് ഒരു സൈഡിലായിരിക്കും അതിൻ്റെ ഒരു പെയിൻ വരുന്നത്, രണ്ട് സൈഡിലും കുറവാണ്. പിന്നെ അതുപോലെ മൈഗ്രെയിൻ ഒക്കെ ആകുമ്പം മൂക്കിന്ന് ഒലിച്ചു പോവുകയാണ് ചെയ്യുക, വലിയ തിക്കായിട്ട് വരില്ല. പക്ഷേ സൈനസൈറ്റിസ് ആകുമ്പോൾ തിക്കായിട്ടുള്ള കഫം ആണ് സാധാരണ വരാറുള്ളത്. അത് തന്നെ ചില ആളുകൾക്ക് കളർ മാറുന്നതായിട്ട് കാണാറുണ്ട്, മഞ്ഞ കളർ പച്ച കളറിലൊക്കെ മൂക്കിന്ന് ഒലിച്ച് വരാറുണ്ട്. ഇനി നമ്മൾ ഈ സൈനസൈറ്റിസ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ജനറലായിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കാം, ഫുഡിൽ എന്തൊക്കെ ശ്രദ്ധിക്കാം, നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ. ആദ്യം തന്നെ നമ്മുടെ ശീലങ്ങളെ കുറിച്ച് പറയാം. അതായത് കുളിക്കുന്ന ശീലം, വെയിലത്തുനിന്ന് വന്ന് ഉടനെ പോയി കുളിക്കുക, തലയിൽ വെള്ളം പാരുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ എണ്ണ തേച്ച് കുളിച്ച് നേരെ വെയിലത്തേക്ക് പോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളിൽ സൈനസൈറ്റിസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ സൈനസൈറ്റിസ് ഉള്ള ആളുകൾക്ക് വീണ്ടും അത് വരാനുള്ളൊരു ടെൻഡൻസി ഇതുമൂലം ഉണ്ടാവും. അതായത് നമ്മൾ എപ്പോഴാണെന്നുണ്ടെങ്കിലും വെയിലത്തുനിന്ന് പോയി നേരെ ഷവറിൻ്റെ താഴെ നിൽക്കരുത്. ജസ്റ്റ് തല നന്നായിട്ട് വേർപ്പുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒരു ടവൽ യൂസ് ചെയ്ത് തുടച്ച് കളയുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ എണ്ണ തേച്ച് കുളിക്കുന്നത്, എണ്ണ തേച്ച് നേരെ വെയിലത്തേക്ക് പോകരുത്. അപ്പോൾ ഈ ഒരു സമ്മർ ടൈമിലാണെങ്കിലും നമ്മൾ ചൂടുള്ള ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോർണിംഗ് കുളിക്കുന്നത്, രാവിലെ കുളിക്കുന്നത് ഒരു ശീലമാക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഫുഡിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൺട്രോൾ ചെയ്യണമെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, പലപ്പോഴും തണുത്ത ഭക്ഷണമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ തണുത്ത വെള്ളമേ കിട്ടാറുള്ളൂ, അല്ലെങ്കിൽ ചില സമയത്ത് ഐസ്ക്രീം കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവാറുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇനി ഒരു നിർബന്ധമായിട്ടോ അങ്ങനത്തെ ഒരു കണ്ടീഷനിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു സിപ്പ് തണുത്ത വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്വാളോ ചെയ്യാതെ, അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇറക്കാതെ ജസ്റ്റ് മൗത്തിലൊന്ന് കീപ്പ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് വാം ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രം സ്വാളോ ചെയ്യുക. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ നല്ലോണം മഞ്ഞളിൻ്റെയും ഇഞ്ചിയുടെ അംശം കൂട്ടുന്നതും നല്ലതാണ്. നമുക്ക് പനിക്കൂർക്കല അല്ലെങ്കിൽ തുളസി വെള്ളം കുടിക്കുന്നത്, അതുപോലെ തന്നെ പനിക്കൂർക്കലയുടെ നീരെടുത്ത് അതിൽ തേനിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ മഞ്ഞളും തേനും മിക്സ് ചെയ്ത് കഴിക്കുന്നതും അലർജിക്കും അതുപോലെ ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് തടയാനും ഹെൽപ്ഫുള്ളാണ്. രാവിലെ എണീറ്റിട്ട് ഒരു ജിഞ്ചർ ടീ കുടിക്കുന്നത്, അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഈ ജിഞ്ചറിനുണ്ട്, അപ്പോൾ അതും നല്ലതാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ കുരുമുളക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. കുരുമുളകിൽ കെപ്സൈസിൻ എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ട്, അത് കഫം ഇളകി പോരാൻ സഹായിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ആപ്പിൾ സിഡർ വിനീഗർ യൂസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്ത് കുടിക്കുന്നത്, അതും ഒരു ആൻറ്റി അലർജിക് പ്രോപ്പർട്ടി ഉണ്ട് ഈ ഒരു ആപ്പിൾ സിഡർ വിനീഗറിന്. സോ അത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ഫുഡിൽ വരുത്തേണ്ട കുറച്ച് ചേഞ്ചസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫുഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി ഇതിൽ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഹൈ ഫ്രക്ടോസ് കണ്ടന്റ് ഉള്ള സാധനങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഫാറ്റി ഫുഡ്സും കഫം കൂട്ടാൻ സഹായിക്കുന്നതാണ്. സോ ഈ രണ്ട് സാധനങ്ങൾ ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും. മീനിൻ്റെ ഉപയോഗം കൂട്ടുന്നത്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയവയാണ് മീനുകൾ എന്ന് പറയുന്നത്. സോ അത് നമ്മൾ കഴിക്കുന്നത് ജനറലി നമുക്ക് ഇൻഫ്ലമേഷൻ തടയാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അത് നമുക്ക് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊന്നാണ് ആവി പിടിക്കുക എന്നുള്ളത്. ഈ ആവി പിടിക്കുന്നത് വഴി നമ്മൾ കട്ടിയുള്ള കഫം അലിയിച്ച് അത് മൂക്കിലൂടെ പുറത്തേക്ക് കളയാൻ സഹായിക്കുന്ന ഒന്നാണ്. സോ സൈനസൈറ്റിസ് ഉള്ള ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആവി പിടിക്കുന്നത് വളരെയധികം നല്ലതാണ്. ആവി പിടിക്കുമ്പം മൂക്കിലൂടെ ഇൻഹേൽ ചെയ്ത് മൂക്കിലൂടെ ശ്വസിച്ച് വായിലൂടെ പുറത്തേക്ക് വിടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആവി പിടിക്കുന്നതിൽ വെളുത്തുള്ളി, ഒരു 2-3 വെളുത്തുള്ളി അതിൻ്റെ അല്ലികൾ ജസ്റ്റ് ഒന്ന് ചതച്ച് ഈ വെള്ളത്തിലിട്ട് ആവി പിടിക്കുന്നതും കഫം ഇളകി പോരാൻ സഹായിക്കുന്നവയാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നെറ്റിപ്പോട്ട്. അതായത് നമുക്ക് ഓൺലൈനായിട്ടും ഫാർമസിയിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് നെറ്റിപ്പോട്ട്. ഇതിനൊരു കുഴൽ പോലുള്ള ഒരു ഭാഗമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ചെറിയ ചൂടുവെള്ളം നിറച്ചിട്ട് അത് ലൂക്ക് വാം വാട്ടർ ആക്കാം, അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് തല ചെറുതായിട്ടൊന്ന് ചെരിച്ച് പിടിച്ചിട്ട് ഒരു മൂക്കിലൂടെ വെള്ളം ഒഴിക്കുക. അപ്പം മറ്റേ മൂക്കിലൂടെ ഈ വെള്ളം പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. പിന്നെ അടുത്ത മൂക്കിലൂടെ ഇതേപോലെ ചെയ്യാം. ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ നോസ് ബ്ലീഡിംഗ് ഉള്ള ആളുകൾ, ചില ആളുകൾക്ക് ബ്ലീഡിങ് കാണാറുണ്ട്. അപ്പം നോസ് ബ്ലീഡിംഗ് ഉള്ള ആളുകൾ ഇത് ഒഴിവാക്കുക. അതുപോലെ തന്നെ കുട്ടികളിലും ഉപയോഗിക്കേണ്ടതായിട്ടില്ല. കോൺസ്റ്റൻ്റ് ആയിട്ട് സ്നീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വല്ലാണ്ട് മൂക്ക് ചീറ്റുമ്പോൾ ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. ചെറിയൊരു വെയിൻസ് അവിടെ കട്ടാവുന്നത് കൊണ്ടാണ് അങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവുന്നത്. അപ്പം വല്ലാണ്ട് എസ്പെഷ്യലി കുട്ടികളോടൊക്കെ അങ്ങനെ മൂക്ക് ചീറ്റാൻ പറയരുത്. അപ്പോൾ ചെറുതായിട്ട് ഈ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ പുറമെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക. അപ്പോൾ എന്താ, നമ്മുടെ മൂക്കിലെ ഡ്രൈനെസ് ഒക്കെ കുറയും. അതുപോലെ കഫം പുറത്തേക്ക് വരാൻ സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ സീലിയ, നമ്മളെ നോസിൻ്റെ ഉള്ളിൽ സീലിയ എന്ന് പറഞ്ഞിട്ടുള്ള
പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ സിലിയ നമ്മളെ ബാക്ടീരിയനും വൈറസിനും ഒക്കെ പുറത്തേക്ക് കളയാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. അപ്പം മാക്സിമം ഒരു 2.5 to 3 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ജനറലി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇങ്ങനെ ഒക്കെ ചെയ്ത് നോക്കിയിട്ടും കുറവില്ല എന്നുണ്ടെങ്കിലും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിക്കൽ അഡ്വൈസ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇനി ഹോമിയോപ്പതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാരണം കണ്ടെത്തിയിട്ടുള്ള ഓരോ പേഷ്യൻസിൻ്റെയും ഓരോ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. അവരുടെ ശാരീരികവും മാനസികമായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും കോർത്തിണക്കിയിട്ട് ഒരു പാർശ്വഫലരഹിതമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് സൈനസൈറ്റിസിനെതിരെ അല്ലെങ്കിൽ മൈഗ്രെയിനെതിരെയൊക്കെ ഹോമിയോപ്പതിയിൽ ചികിത്സ ചെയ്യുന്നത്. ഇനി ഈ ഒരു ടോപ്പിക്കുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും തലവേദന അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഗാഥ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലിവ് ഹോമിയോപ്പതി, കീശ്ശേരി, മലപ്പുറം ഡിസ്ട്രിക്ട്. താങ്ക് യു.